ഞങ്ങൾക്ക് സംഭവിച്ച തെറ്റ് എന്താണെന്ന് വെച്ചാൽ നിന്റെ അച്ഛന് ഇനി ഒന്നും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് പറയണ്ട, കേട്ടല്ല? അച്ഛനൊരു ഗിഫ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? ആര് ബിഗ് ബോസിലേക്ക് പോണെന്ന്? ഞാൻ പോണോ? ഞാൻ പോകുന്നതായിരിക്കും നല്ലത് അതോ നിക്ക് പോകുന്നതായിരിക്കും നല്ലത്? അവിടെ എന്ത് വരുന്നുണ്ട്? അല്ല നിക്ക് ചിക്കൻ മേടിക്കാൻ വന്നിട്ട് നീ ഇങ്ങനെ പക്ഷികളെ നോക്കി അടക്കണ? ചിക്കൻ ഞാനല്ലല്ലോ എടുക്കണ്ടേ, ചിക്കൻ അവിടെ എടുക്കുന്നില്ലേ, ഞാനിവിടെ പക്ഷികളെ നോക്കുന്ന. ഇവിടെ കൊറേ പ്രാവുകളൊക്കെ ഉണ്ടോ? പ്രാവുകളുണ്ട് അല്ലേ? പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റും. കണ്ടതെ നല്ല ഒരു സ്വിമ്മിങ് പൂളല്ലേ ഇത്, മീൻ വളർത്തുന്ന കുളമാണ്. അത് ഇറങ്ങി നോക്കണം ആഴമുണ്ടോ ഇല്ലയോന്ന്. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൊളി വ്ളോഗാണ്. പൊളി വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മേടിക്കുമ്പോ അറിയാല എന്തായാലും ഒരു സംഭവം പൊളിയായിരിക്കും. പക്ഷെ ചിക്കൻ വെച്ചൊരു കിടുക്കാച്ചായിട്ട് നമ്മൾ ഇന്നാക്കുന്നുണ്ട്. കൊറേ ആയി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു സംഭവം ആക്കണം. ഞാനില്ലേ കൊറേ ദിവസമായി വിചാരിക്കുന്നത്, കൊറേ ആയി ചിക്കൻ കറിയും കൂട്ടി ഒരു ചോറ് തന്നിട്ട്. അപ്പൊ ഞാനും ഒപ്പനോട് പറഞ്ഞു, ഒപ്പ ഇന്ന് കറിക്ക് മീൻ വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് മീൻ വാങ്ങിക്കണ്ട, നമുക്ക് ചിക്കൻ എന്തെങ്കിലും വാങ്ങിട്ടില്ലേ ഒരു കറി വെക്കാന്ന് പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് ചിക്കൻ കറി ക്യാൻസലായി. ചിക്കൻ കറി ക്യാൻസൽ ആയിട്ടില്ല, നീ ചിക്കൻ കറി വെച്ചോ? ഓപ്പന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി ചങ്കും കരളും വട്ടല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ. എടി നീക്ക് പോട്ടെ, നിനക്ക് ഇപ്പൊ ചിക്കൻ കറി വെക്കണം അത്രയല്ലേ ഉള്ളു. അതിനുള്ള പരിഹാരം എനിക്ക് ചിക്കൻ കറി നിന്റെ ഒപ്പ ഈ മുത്തുമണി കാണും പോരെ. ഇതെല്ലാ പണി ഞാൻ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ട് തന്നാണ്ടല്ലോ, പറഞ്ഞിട്ട് എല്ലാം ഒറ്റക്കാന്ന്, എല്ലാത്തിനും കൂടെ ഉണ്ട് കട്ടക്ക്. ക്യാമറയും പിടിച്ച് ഇപ്രാവശ്യം എന്നാ ആ ചിക്കൻ ആക്കുന്നത് ഓപ്പക്കല്ലേ അറിയില്ല, എനിക്കറിയില്ലല്ലോ. ഞാൻ ക്യാമറ പിടിക്കും, ഓപ്പ നീ സമാധാനപ്പെട്, നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. നിങ്ങൾ പറ, ഇതെല്ലാം ഞാനാക്കും, ഓപ്പ തിന്നു. ഇപ്രാവശ്യം ഓപ്പ ആക്കട്ടെ, ഇപ്രാവശ്യം ഓപ്പ ആക്കട്ടെ, ഞാൻ തിന്നാം. ചിക്കൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പറ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിക്കേ. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ പണ്ടത്തെ പോലെ എന്നോട് ഒരു സ്നേഹമില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടാ. ആർക്ക് സ്നേഹമില്ലെങ്കിൽ എന്താ, നിന്റെ ഓപ്പക്ക് നിന്നോട് സ്നേഹമില്ലേ? എന്റെ മുത്താണ്. സ്നേഹം കൂടി പോയോണ്ടാണ് പക്ഷികളോടെല്ലാം ടാറ്റ പത്ത് നമുക്ക് അങ്ങോട്ട് പോവാ. കമോൺ ഗൈസ്, ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി കമന്റ് ഇട്. എന്തെന്ന്? നല്ല കരിമീൻസ് എല്ലാം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ബാ അപ്പൊ ചിക്കൻ മേടിച്ച് പോവാലോ നമുക്ക്. ബാ പണിയുണ്ട് നമുക്ക്. ബാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഹായ്, എന്തു പറയുന്നു? ചിക്കൻ അങ്ങോട്ട് വാങ്ങി. ആ, ഒരു ചിക്കൻ കറി അങ്ങോട്ട് ആക്കുക. പിന്നെയോ പിന്നെ അത് കഴിക്കുക. ഇന്ന് അത് മാത്രല്ല, ഒരു സ്പെഷ്യൽ ഉണ്ട്. മോന്റെ വക സ്പെഷ്യല്, പക്ഷെ മോളാക്കും. അതാണ് പരിപാടി. അല്ല മോന്റെ അമ്മനെ കൊണ്ടാക്കിക്കണ രീതിയും കൂടി കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതില്. അങ്ങനെയും കൊള്ളാം. ചിക്കൻ ഞങ്ങള് 2 ടൈപ്പായിട്ട് വാങ്ങിച്ചു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചിക്കൻസ് ഇൻ ദിസ് ഹൗസ്. ഫുൾ ഇംഗ്ലീഷ് ഹിന്ദിയാണ്. അപ്പൊ ഇത് മേരാ ചിക്കൻ കിതറേ ബൈ ദിക്കാവോനാ. അവിടെ പോയി. ഇതാണ് എന്റെ ചിക്കൻ. കണ്ട, എന്റെ ചിക്കൻ ഉണ്ടല്ലോ നല്ല വലിയ പീസായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഇന്ന് ആളുണ്ടാവും. ഇന്ന് കടിയും വലിയായിരിക്കും, ഇതിന് പിടിയും വലിയായിരിക്കും ഇന്ന് ഈ ചിക്കൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോ. ഇവളിപ്പോ ചിക്കൻ കറി ആക്കി വെച്ചിട്ട് ഇതാക്കാന്നാണ് ഇവള് പറയണത്. അപ്പൊ എടിപിടി എന്നുള്ളൊരു ചിക്കൻ കറി വെക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെന്ന് നോട്ടിക്കോ. അപ്പൊ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ആക്കണം. ആ ചിക്കൻ കറി ഇപ്പൊ എനിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. പെട്ടെന്നുള്ള ചിക്കൻ കറി അല്ലേ? അപ്പൊ അത് ആ ചിക്കൻ കറി ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും, പിന്നെ സ്പെഷ്യൽ വെക്കും. അങ്ങനെയല്ലേ തങ്കമ്മേ? അല്ല അങ്ങനെയല്ലേ തങ്കമ്മേ? തങ്കമ്മേന്നല്ല ഞാൻ വിളിച്ചിട്ട്. തങ്കമേ കൊല്ലോ ദുഷ്ടന്ന്. തിരക്ക് എന്താ? വാഷിംഗ് മെഷീൻ കറങ്ങുന്നുണ്ടല്ലോ, അലക്കുന്നുണ്ടാ? ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വെറും കംപ്ലൈന്റ് ആണ് ഗൈസ്. ഇതിങ്ങനെ ഇടക്ക് കറങ്ങും, ഇടക്ക് നിൽക്കും, പിന്നെയും കറങ്ങും. വെള്ളം എല്ലാം തീർക്കണത്. ഇതിപ്പോ ഏകദേശം എത്ര വയസ്സായി ഇതിനമ്മ? എത്ര വയസ്സായി? 7 വർഷമായിട്ടെ ഇത്. അപ്പൊ 7-8 വർഷത്തോളായി. അപ്പൊ മാറ്റാൻ സമയമായിരിക്കുന്നു.
നമ്മൾ പറഞ്ഞ പോലെ ആരോ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജ് ഇവിടെ നിന്ന് പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ അടുക്കളയിൽ നല്ല സ്പേസ് ഉണ്ടാവുമെന്ന്. പക്ഷെ നമുക്ക് ഈ ഫ്രിഡ്ജ് മാറ്റാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അത് നിങ്ങക്ക് അറിയോ എവിടെയാന്നറിയോ? ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങക്ക്. ഈ സാധനം പൊട്ടിച്ചിട്ടുണ്ടല്ലോ സിമ്പിൾ ആയിട്ട് ഇതിനകത്തേക്ക് ഫ്രിഡ്ജ് വെച്ചാലല്ലേ ഫ്രിഡ്ജ് കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അതിന്റെ അളവ് എടുക്കണോമേ നോക്കട്ടെ. അതിന്റെ അളവ് നോക്കിയാൽ ജസ്റ്റ് വെറുതെ ഇവിടെ നിങ്ങൾ അളവ് പിടിച്ച് നോക്കട്ടെ പോകുന്നത്. ഇത് പോകാൻ സാധ്യത ഉണ്ട് ഇതിനിടക്ക് പൊട്ടിച്ചു കഴിഞ്ഞാല്. കാരണം ഇതിവിടെ വെറുതെക്കല്ലേ, ഇതൊന്നും ഒന്നും കത്തിക്കുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ ആ സ്ഥലം കളയുന്നു? നേരെ മറിച്ച് ഇതെടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായില്ലേ? നോക്കി നോക്കട്ടെ. അത് കറണ്ട് പോയി. വെരി ഗുഡ്. അത് ആദ്യം ഇങ്ങനെ പിടിക്കാൻ വെറുതെ ഒരു ഊഹാപോഹം പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ചോ. അത് പോകും നോക്കിയാനിടക്ക് പോകും നോക്കി. സുഖമായിട്ട് പോകും. അതിലും വലിപ്പം പോകും. പക്ഷെ വേറെ കുറച്ചും കൂടി ഉണ്ട്. ഫ്രിഡ്ജ് ഇപ്പൊ വീതി കൂടിയ ഫ്രിഡ്ജ് ഇപ്പൊ വരുന്നതല്ലോ. ഈ ഫ്രിഡ്ജ് വെക്കാൻ പറ്റും, പക്ഷെ വീതി കൂടിയ ഫ്രിഡ്ജ് വെക്കാൻ പറ്റില്ല. സംഭവം നടക്കും. എനിക്ക് ഫ്രിഡ്ജൊക്കെ സ്ഥലം കണ്ടുപിടിച്ചിട്ടാ. ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച്. നിക്ക് ചട്ടപ്പട്ടി എന്നുള്ള കുക്കർ ചിക്കൻ പരിപാടിയല്ലേ ഇത്? ഇതൊന്നുമില്ല പ്രത്യേകിച്ച് കാണിച്ചു. ഇത് മുന്നേ കാണിച്ചിട്ടുള്ളതല്ലേ. അതെ, സ്പെഷ്യൽ ഇന്നത്തെ ഓപ്പേന്റെതല്ലേ. ഇപ്പൊ എല്ലാം ഓപ്പേന്റെതായല്ലേ. കൊള്ളാം. ചിക്കൻ കഴുകി തരിക. ബാക്കിയെല്ലാം ഓപ്പ ചെയ്തോളൂ. കാണും. അപ്പൊ നമ്മുടെ ഗുണാക്കേവ് കുക്കറിലേക്ക് ഉള്ളി പച്ചമുളക്. പക്ഷെ ഇതിന് നല്ലതാണ് ഈ ചിക്കൻ കറി വെക്കാൻ. ഈ ഗുണാക്കേവ് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ ഇട്ടേ? ഉള്ളി പച്ചമുളക്, കറിവേപ്പിലൊക്കെ അമ്മ പോയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിയാ? ഇതെപ്പോഴും കടമാണ്. അന്നും കറിവേപ്പില കടം വാങ്ങിയിട്ട് വന്നല്ല നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമോ നിങ്ങള്? അറിയാണ്ട് വെക്കാണ്. ആയി തുടങ്ങുന്നുണ്ടല്ലേ കടം. അതുവരെ കടമാണ്. കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുക്കറിനൊരു വിസിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തവണ വിസിൽ വരാൻ വേണ്ടി ട്രൈ ചെയ്തു. പഴക്കം കൊറേ ആയി, വയസ്സും പ്രായമൊക്കെ ആയി. അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് ഞങ്ങക്ക് അല്ലേ? ഇത് മറ്റേ വായു വലിക്കണം എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് ഇപ്പൊ ആവിയൊക്കെ വരണത്. ആരോഗ്യത്തോടുള്ള ഇതൊന്നുമില്ല, കൊടുക്കുമ്പോഴാണ് ഒന്ന് കരയുന്നത്. ഇനിയിപ്പൊ ഒരു കുക്കർ വാങ്ങണം. പരിഗണിക്കാം നമുക്ക്. എന്താ കഴിച്ചാ ക്യാമറ ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങ് കയറ്റി. ഇതിന്റെ ഉള്ളിലോട്ട് പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതങ്ങ് കാണിക്കണല്ല. പിന്നല്ലാണ്ട് എല്ലാം സത്യസന്ധമായിട്ട് കാണിക്കണം ഗൈസ്. കാണിച്ച കരി നോട്ട് ഇത് തോണ്ടി അത് മങ്ങിപ്പോയി. ക്യാമറ ഇതിനിടക്ക് ക്യാമറയും മങ്ങിപ്പോയി. ഇല്ല വെളിച്ചെണ്ണ കുറവാണ്. വെളിച്ചെണ്ണ തീർന്ന് ഒഴിക്കാനില്ല. ഇനി ഒഴിച്ചാൽ പൊടി മൂപ്പിക്കാൻ വെളിച്ചെണ്ണ ഇല്ല. ഓഹോ, ഇതൊക്കെ മേടിക്കാണ്ടാണ് നിങ്ങൾ കുക്കിംഗ്. ഇതെന്റേതല്ല, ഇവളുടെ സ്പെഷ്യലാണ്. അപ്പൊ അവളല്ലേ ഇതൊക്കെ നോക്കി വാങ്ങേണ്ടത്. എന്റേനെല്ലാം ഞാൻ വാങ്ങിക്കും കേട്ടാ. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ നേരത്തെ പച്ചമുളകും വെളുത്തുള്ളിയും അതെല്ലാം കൂടി ഇലകങ്ങ് ഇട്ട് കൊടുക്കുക. ഇതണ്ട അലക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ള കൈസ് വെള്ളം എടുത്തോണ്ടേയിരിക്കണം. വെള്ളം മൊത്തം തീരണം. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ എല്ലാം മാറ്റാനായി. വാഷിംഗ് മെഷീൻ, കുക്കർ എല്ലാം എല്ലാം പ്രായാധികായി. നീയല്ലേ പറയണ്ടായ മുട്ടുവാൻ എടുക്കുന്നത്? നേരത്തെ കേറിയപ്പോ പറയണ്ടായ മുട്ടുവാൻ എടുക്കുന്നതെന്ന്. അതാ പറഞ്ഞത്. എന്നാ കറക്കി കളിക്കുന്ന ചെലവാണല്ലേ. വെളിച്ചെണ്ണ വാങ്ങണോ? ഇവിടെ വെളിച്ചെണ്ണ കാലിയായി. ഇനിയിപ്പൊ എനിക്ക് എന്റെ റെസിപ്പിയിലേക്കുള്ള സാധനം വാങ്ങാനുണ്ട്. നിന്റെ ഈ പേട്ട ചിക്കൻ കറി ആയിരിക്കും വേണം. അതെല്ലാം വില കുറക്കുന്നമ്മ. നമ്മള് കുറച്ച് വാങ്ങുള്ളൂ അല്ലെ? ഇതൊന്ന് തിന്നുമ്പോ പറയണം കേട്ടോ. അവസാനം ഞാൻ അടിച്ചു കഴിയുമ്പോ പറയണം. എന്തേ ബട്ടറും ചീസല്ല ഇതിനൊക്കെ ഇഷ്ടമല്ലാത്ത സാധനം വെച്ചിട്ട് നീ ഇങ്ങോട്ട് വാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ടൊമാറ്റോ സോസ് വേണമെന്നില്ലേ? അത് വേണം. അത് പറ്റൂലേ? ടൊമാറ്റോ സോസ് അതിനില്ലല്ലോ. 25-ാം തീയതി ആയിട്ടില്ല. ഇന്ന് 20-ാം തീയതി എത്ര? അപ്പൊ 24-ാം തീയതി വരെ വെച്ചോണ്ടിരുന്നിട്ട് 24-ാം തീയതി രാത്രി എനിക്ക് ഇത് വായിലോട്ട് ഉറപ്പുള്ള കാര്യം. രാത്രിയൊക്കെ വിളിച്ചിട്ട് നിൽക്കണ്ടല്ലോ.
ഞങ്ങക്ക് തരും. രാത്രികളിലെ മേത്തില്ല, നേരം വിളിക്കുമ്പോ ഇത് എക്സ്പയർ ആവും. അതുപോലത്തെ ആളാണ്. ബാധി ഇങ്ങോട്ട് ഒരു വാടി ഇല്ല, ഇതൊന്നും ആയിട്ടില്ല. ബാ 10 രൂപയുടെ ടൊമാറ്റോ സോസിന് വേണ്ടിട്ട് ജീവിതം അവസാനിപ്പിച്ചവള്. എനിക്ക് ആ ഒരു സംശയമുണ്ട്. അതാ പറഞ്ഞ എന്റെ റെസിപ്പിയിൽ ടൊമാറ്റോ സോസ് ഇല്ലല്ലോ. ഇല്ല. സാധനം വാങ്ങാൻ വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടപ്പെട്ട പ്രധാന സാധനം ഇതാണ്. എനിക്ക് വേണ്ട പ്രധാന സാധനം, വേണ്ടപ്പെട്ടല്ല ഇതും പിന്നെ ഒരു തൈരും, കട്ടത്തൈര്. ഇതാണ് എൻ്റെ പ്രധാന ഐറ്റം, എൻ്റെ സ്പെഷ്യലിലേക്കുള്ളത്. എന്താ ഗൈസ്, 1000 രൂപേൻ്റെ സാധനമായി. കൈ കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടാ. ആ വെളിച്ചെണ്ണയാണ് ആ തൂക്കം കൂടുതൽ ഒരു സൈഡില്. പണ്ടൊക്കെ നമ്മള് 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞാ അല്ലെ, ഓണവും വിഷു ഒക്കെ വരണം അല്ലേ. കരിച്ചെന്ന് പറഞ്ഞാല് ഇത്ര നേരം വിസിൽ വന്നിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞിട്ടുണ്ടാവും. അമ്മേ തുറന്നു നോക്കണ്ടേ നല്ലത്. നല്ല തന്നെ ഈ പേട്ട കുക്കർ ആപ്പിതെല്ലാം കൊടുത്ത് വേണം. കരിഞ്ഞാട്ടെ ഇല്ല, കരിഞ്ഞു നോന്നോട്ടെ മാറ്റി. ഇല്ലടി കരിഞ്ഞിട്ടില്ലടി. അപ്പൊ ഇതെന്താ ഇത് ആവി വരാത്ത? പിന്നെ ഇത് എപ്പോഴും ചതിയാൻ കുക്കറാപ്പിത്. ഒരു ഗുഹ പോലെ അതിന്റെ ഉള്ളിലോട്ട് ഉണ്ട് താനും, ചതിക്കുകയും ചെയ്യും എപ്പോഴും. ഇത്രയും കാലം നിങ്ങൾക്ക് അന്നം തന്നിട്ട് അവസാനം ഇപ്പൊ അത് ചതിയാൻ കുക്കറായി. ഒരു തെറ്റ് ചെയ്ത ഇതാണ്. നമ്മ എത്ര നല്ലത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു തെറ്റ് ഇത് മനുഷ്യൻ പഠിക്കേണ്ട ഒരു വസ്തുവാണ്. ഇന്ന് ഈ കുക്കറിനുണ്ടായ അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു തെറ്റ് ചെയ്താ നമ്മള് അതിനകത്ത്, അതായത് ഇത്രയും കാലം വർഷങ്ങളായി, എത്ര വർഷമായത്? 22-23 വർഷമായിട്ട് ഇവിടെ ഒച്ചയിട്ട് കൂക്കി നിലവിളിച്ച് എല്ലാവർക്കും അന്നം കൊടുത്തിരുന്ന ഒരു കുക്കർ ഇന്നൊരു ദിവസം ചോറും വരെ വെക്കലുണ്ടായി. ഒരു ദിവസം അതൊരു കൂക്കാണ്ടായപ്പോ അത് ചതിയൻ കുക്കറായി. നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞത്, അമ്മയാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ട്. ഇതത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഇങ്ങനെയാണ് മനുഷ്യൻ. ജീവിതകാലം മൊത്തം ശരി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു തെറ്ററിയാതെ സംഭവിച്ച അയാള് തെറ്റുകാരനായി. എന്താ ചെയ്യ കൈസ്, പ്രായമാകുമ്പോ ചതിയൻ കുക്കർ വിളിക്കണല്ലോ എല്ലാരും. പാവം അവസാന കാലത്തും പണിയെടുത്ത് നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പേര് ചതിയൻ. ക്ഷമിക്കും മുത്തേ, ഞാനും നിന്നെ അറിയാതെ ഒരു സമയം വിളിച്ചു പോയി. എന്നോട് ക്ഷമിക്ക് നീ. ഇനി ഞാൻ കൊടുക്കൂലടാ കള്ള, ഇവിടെ ഉണ്ടാവും. എന്തായാലും എന്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എടുക്കാൻ പോവുകയാണല്ലോ. നിങ്ങളുടെ ഒരു ചെറിയൊരു റെസിപ്പി കൂടി ഞാൻ കാണിച്ചേക്കാം. വെറുതെ കാര്യം വേണമെങ്കിൽ കറി ഒരായിക്കോട്ടെ. അപ്പൊ എന്ത് പൊടിയാണ് തട്ടി ഇടണത്തേക്ക്? ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ തട്ടി മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ, അതിലിട്ട് മൂപ്പിക്കണം. വേറെ എന്തെല്ലാം പൊടി? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അത്രേ ഉള്ളൂ. അതെല്ലാം ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. വെളുത്തുള്ളി കാണുമ്പോ അതിനൊക്കെ വേണ്ടേ? ഈ മസാലകളൊക്കെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചതിയൻ കുക്കറിലേക്ക് അങ്ങോട്ട് തട്ടുക അല്ലേ. അതെ, ചരണ്ടി എടുക്കണുള്ളു, വേറെ ഒന്നുമില്ല. മറ്റേ ഏതാണ് ചട്ടി? ചേട്ടൻ എന്താ പറയുന്നത്? നോൺ സ്റ്റിക്കിന്റെ ചട്ടിന്ന് ഇളക്കുന്നില്ല, നീക്ക് ചരണ്ടി എടുക്കണ എന്റെ സാധനമൊക്കെ കയ്യിൽ കൊണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അത്രേ ചെയ്യുന്നുള്ളൂ ഞങ്ങള്. എന്താടി എന്താ? ഓ പിന്നെ ഞാൻ അന്യഗ്രഹ ജീവിയല്ലേ സഹിക്കാൻ വേണ്ടിട്ട്. എന്തിന്? എനിക്കല്ല, അത് ശരിയാ. എല്ലാരും കൂടെ എന്നെ ബിഗ് ബോസിലേക്ക് അയക്കുക ഗൈസ്. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നിഖിനെ ബിഗ് ബോസിലേക്ക് അയക്കാലോ. എന്തായിരിക്കും അവസ്ഥ? നിങ്ങള് പറ, കമന്റ് ചെയ്യും, ഞാൻ കാണിക്കാം. നിങ്ങള് കമന്റ് ചെയ്യും ആര് ബിഗ് ബോസിലേക്ക് പോണെന്ന്. ഞാൻ പോണോ? ഞാൻ പോകുന്നതായിരിക്കും നല്ലത്, അതോ നിഖി പോകുന്നതായിരിക്കും നല്ലത്? നിങ്ങളുടെ കമന്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഈ വീഡിയോയിൽ ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. കിട്ടൂല, എന്നാലും ഞാൻ പറയാ, ഞാൻ പോയി ഫസ്റ്റ് ദിവസം തന്നെ ഔട്ടായി വരാനാ. ഫസ്റ്റ് ദിവസം കിട്ടൂല,
കിട്ടൂല കൊടുത്താൽ തന്നെ കിട്ടൂല. ഞാൻ പോയിട്ട് ഫസ്റ്റ് ദിവസം ഔട്ടായി വരാനാണ്. അത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ ഈ മസാല കുക്കറിലൊക്കെ അങ്ങ് ഇടുന്നുണ്ട്. എനിക്ക് ഇവിടെ നമ്മൾ ഈ ഒരു അവസാന ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ വിസിലൊന്ന് മാറ്റി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ വിസില് നമ്മ വേറെ കുക്കറിന്റെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കൊണ്ടിരട്ടെ നോക്കാം. എന്താ ഉപ്പിട്ടിട്ടില്ല അല്ലെ? നീ മറന്നു പോയല്ലേ? ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ വേറെ കുക്കറിന്റെ വിസിലാണ്. ഇത് അത് സെറ്റായിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റുമെന്ന് എനിക്കറിയില്ലേ. അതിന് ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ അത് വാരി വാരി അങ്ങ് ഇട്ട് കൊടുക്കുക. ആവിലിട്ട തുണിയാണിട്ടത്. എത്ര മണിക്ക് ഇട്ടത് ഇത്? ഏകദേശം 10 മണിയൊക്കെ ആവാനായപ്പോ ഇട്ട തുണിയാണ്. ഇപ്പൊ സമയം 1:15 പോകുന്നു. ഇത്രയും നേരമായിട്ട് 3-4 തുണി ഇറങ്ങി കഴിഞ്ഞിട്ടില്ല. വെറുതെ ഇവിടെ കറണ്ട് കാശ് തന്നെ കൂടുന്നത്. അത്രയും സമയമാണ് ഈ സാധനങ്ങളൊക്കെ. 10 വട്ടം വെള്ളത്തിന്റെ പൈസയും കറണ്ട് കാശും എല്ലാം കൂടും. കാറ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം വെച്ചു. വിസില് മാറ്റിയിട്ട് കുക്കറിന്റെ അടപ്പൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചതിക്കുവോ അതോ ഇത് വിസില് വരുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇല്ല ഗൈസ്, ആവി വരുന്നില്ല കേട്ടാ. നമ്മൾ നോക്കി, സംഭവം സക്സസ് ആവുന്നില്ല. പല വിസിൽ തന്നെ വീണ്ടും നമുക്ക് എടുത്തിടാം. ചതിക്കല്ലേ കുക്കറെ. കഞ്ഞി ഒടിച്ച് പോയിക്കോട്ടെ. ഞങ്ങൾ കഞ്ഞി ഒടിച്ച് പോയിക്കോട്ടെ. നിനക്ക് ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ നീ നല്ല രീതിക്ക് കൂക്കലും വിളിയൊക്കെ ആക്കിയ ഇവിടെ തുടരാം. അതല്ലെങ്കിൽ ഞങ്ങള് ചതിയെന്ന് മുദ്ര കുത്തി ആർക്കെങ്കിലും കൊടുക്കും, തൂക്കി വെക്കും. അത്രേ ഉള്ള സംഭവം. പാല മുട്ടടിച്ച് പുല്ല് കുത്തി വിടുമ്പോൾ വാഷിംഗ് മെഷീനെ വിടാനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കംപ്ലൈന്റ് വരാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇല്ലല്ലോ അല്ലേ? ആക്ച്വലി എന്തായിരിക്കും ഇതിന്റെ പ്രശ്നം? ആഴ്ചയിലല്ല, ഡെയിലി പ്രശ്നമാണ്. ആഴ്ചയിലല്ല, ആക്ച്വലി ഇത് ഡെയിലി പ്രശ്നം തന്നെയാ. ചിക്കൻ കറി നല്ലത് ചട്ടിയിൽ വെച്ചാ മതിയായിരുന്നു. സത്യം ഗൈസ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി നികി ഇവിടെ ഡ്യൂട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ പടി എന്നോണം നമുക്ക് നമ്മുടെ ചിക്കന്റെ എല്ലും ഉള്ളൊക്കെ ഒടിച്ചങ്ങെടുക്കുക അല്ലേ? ചതച്ച് ഒടിച്ചങ്ങെടുക്കുക. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ചിക്കൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കേട്ടത്. ഈ ഒരു വലിപ്പത്തിലുള്ള ചിക്കനെ അടിച്ച് പരത്തുക. സൂര്യന്റെ ചെറിയ പ്രകാശം ഇങ്ങനെ സൂര്യൻ എത്തി നോക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ആയിട്ട് ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ അലക്കണ കല്ലിന്റെ മുകളിൽ ഒരു പലക വെച്ച് ചിക്കനത് ഇങ്ങനെ അടിച്ച് പരത്തി. അങ്ങനത്തെ ഒരു മുഴുവൻ ചിക്കനാണ് ഇട്ടത്. 2 വലിയ പീസുകളായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇത് കാണുമ്പോ തന്നെ കണ്ടായത് പിന്നീട് ചിക്കൻ കറിയൊക്കെ അവിടെ മാറ്റി വെക്കും. ഞങ്ങൾ കഴിക്കാൻ തോന്നുന്നു. ഉച്ചക്കത്തെ വിശപ്പ് മാറ്റല എന്റെ ചിക്കൻ കറിയാന്നല്ല. അതെന്തായാലും നമുക്ക് ഓക്കെ, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഉപ്പിലിട്ടതും കൂട്ടി ഒപ്പം ചോറുന്നു വന്നാല് അത് പറ്റില്ല. ചിക്കൻ കറി കൂട്ടണ്ടാന്ന്. നീ നിന്റെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയാണ് മുത്തേ. അതൊക്കെ മുമ്പേ കാണിച്ചല്ലേ. ഞാൻ കൂടി ചതച്ച ശരിക്കും അങ്ങോട്ട് പരക്കട്ടെ. ഇതങ്ങോട്ട് പരപ്പിച്ചിട്ട് വേണം ബാക്കി പരിപാടി. മതിയാവും, നമുക്ക് മതി. ഇവിടെ ഇത് ഫോർക്ക് ഇട്ട് നല്ലോണം കുത്തി തന്നിട്ടുണ്ട് കേട്ടാ. അത് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. എനിക്ക് അന്നേരം ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ചതച്ചിട്ട് വെച്ചതല്ലേ, പിന്നെ ഈ ഇട്ട് കുത്തേണ്ട കാര്യം. ചതച്ചത് പരക്കാൻ വേണ്ടി ഫോക്കും കൊണ്ട് കുത്തുന്നത് അത് ഹോളുകൾ വരുമ്പോ മസാല അതിനുള്ളിൽ പിടിക്കാൻ വേണ്ടി. കുഞ്ഞു ഫോക്ക് കൊണ്ട് കുത്തി മസാല അതിന്റെ ഉള്ളിൽ അതിന് എത്രത്തോളം ഹോളുകൾ വീണിട്ടുണ്ട് എന്ന് നീ നോക്കിയാ മനസ്സിലാവും. കാണിച്ചു തരാം ഗൈസ്. ഞാൻ കുത്തിയത് കൊണ്ട് നിങ്ങളുടെ ഫുൾ ഹോളുകൾ അതിനൊക്കെ മസാല കയറുമ്പോ അതിന്റെ ടേസ്റ്റ് കൂടും. മനസ്സിലായോ? അപ്പൊ ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ ചിക്കനിലേക്ക് നമുക്കിതാ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ്. അത്യുത്തമം, നല്ല കളർ കിട്ടും, എരിവ് കുറയും. ഇതാ നമ്മുടെ ഗരം മസാല. നമ്മൾ ഷോർട്സിന് വേണ്ടി ആദ്യം കുറച്ചിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തു അല്ലെ? കുറച്ചിട്ട് ഷോർട്സിൽ എടുക്കാൻ വേണ്ടി. ഇനി മഞ്ഞപ്പൊടി ആവശ്യം ഇട്ടല്ലേ? അപ്പൊ മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി, ഇതാ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇല്ല. കുരുമുളക് ഇട്ടല്ല, ഇടണം. കുരുമുളക് ഇല്ല ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി മതി. പിന്നെ ഉപ്പ്.
ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ജീരകപ്പൊടി. ഉപ്പ് മതിയാവൂലേ? നോക്കാം, മസാല ലാസ്റ്റ് നോക്കാം. ജീരകം നമ്മൾ വലിയ ജീരകം കൊണ്ടെടുത്തേക്കണം. ചെറിയ ജീരകം ഇടുന്നവരുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ചെടുത്തത്. ഇത് ഞാൻ ഇപ്പൊ മിക്സിയിലിട്ട് പൊടിച്ചു കൊടുത്തു. പറഞ്ഞ പൊടിയിലാണ് ഞാൻ പൊടിച്ചു കൊടുത്തു. പിന്നെ ഇനിയിപ്പോ ചെറുനാരങ്ങ നീര്, തൈര്, അതൊക്കെ വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വേണം. അപ്പൊ ഗൈസ് ഇനിയിപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി പോകില്ല. എനിക്കത് കുറച്ച് കട്ടൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഇത്രയും വേണോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചോ? മതി. മതി. ഓക്കെ, മതി. അത്ര മതി. ഇനിതാ നമ്മുടെ തൈര്, കട്ട തൈര്. അല്ലെ? കേടല്ലേ ശരിക്കും? അതെ. ഇനി ചെറുനാരങ്ങ നീരും കൂടി അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ഇപ്പൊ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ? ഇനി ഇതെല്ലാം കൂടി കൂട്ടി പെരക്കി നല്ലൊരു മസാല അങ്ങോട്ട് ആക്കുക അല്ലേ? ഇപ്പൊ നമ്മുടെ മസാല ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയിൽ കുളിച്ച് നിൽക്കണം, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. ഗൈസ് കണ്ട മസാലയൊക്കെ നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ചിക്കനിൽ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം അല്ലേ? അപ്പൊ അതാണ് നമ്മൾ കാന്താരമുളക് ഉപ്പിലിട്ട് അത്ര മോശം. ചിക്കനും പപ്പടം നല്ലതാ. അപ്പൊ ചിക്കൻ കറി ഉണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശരിക്കും പറഞ്ഞാ ഇതൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഇരുന്ന നല്ലതാണ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് 2 മണിക്കൂർ വെക്കും അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേർ വരുമ്പോ വെക്കാം. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ചോറ് കഴിച്ചാലോ? പൊത്തിയോക്ക്. അപ്പൊ നികി നമ്മുടെ ചിക്കൻ കറി തുറന്നിട്ടുണ്ട്. കുരുമുളക് കൊട്ടിയതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. പൊടിക്ക് ഉപ്പ് കുറവുണ്ടെന്നാണ് പ്രിയതമ്മ പറയുന്നത്. ഇപ്പൊ വലിയ പ്രിയതമ്മ കുയതമ്മൊന്നും വിളിക്കണ്ട. സഹായിക്കുന്നല്ലേ? എന്തോ വേണ്ട. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? എന്റെ സാധനം അവിടെ മസാല റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ക്യാമറ എടുക്കുന്നോണ്ട് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുമ്പോ നിക്ക് ചെയ്യും. ലാസ്റ്റില് എന്റെ ക്യാമറയില് നിക്ക് ചെയ്യുന്നത് മാത്രം കാണിക്കും. ചിക്കൻ കറി. അപ്പൊ ഗൈസ് നമ്മൾ എന്നാ പിന്നാൽ ചോറ് കഴിക്കട്ടെ. അതെന്തേ? ഇതെന്ത് പറ്റി? ചിക്കൻ വെന്തുവാണ്. ചിക്കൻ വെന്തുവാന്ന് വെച്ചാൽ കറിക്ക് ടേസ്റ്റ് കൂടുതലേ ചെയ്യുള്ളൂ, കുറയൊന്നുമില്ല. അപ്പൊ എന്തായാലും ചിക്കൻ കറി ഞാൻ ഒഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നീ കഴിച്ചിട്ട് എന്താ അഭിപ്രായം? അതാണ് വെന്തുവായെന്നാണ് അമ്മക്ക് തോന്നി. അതെയാ? അതെനിക്കറിയാം, അല്ലെങ്കിൽ അറിയാം. ഇവിടൊക്കെ വെച്ചപ്പോ ഒക്കായിരിക്കും സംഭവം. എന്താ എന്നാലും ഞാൻ ഒരു വർഷം ചിക്കൻ കഴിച്ചു നോക്കട്ടെ ഗൈസ്. എന്തുണ്ട് നോട്ടെ. നോക്കട്ടെ ഗൈസ്. രസമുണ്ട്. പൊടിക്കൊരു ഉപ്പ് കൂടിയോ എനിക്ക് സംശയമുണ്ട്. ഉപ്പ് കൂടുതലാ, എരിവ് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ മസാലപ്പൊടിയൊക്കെ എന്തോ പോലെ എല്ലാം കണക്കാണ്. പോക്കാം ഗൈസ്, മൊത്തം പോക്കാം. എല്ലാവരും കുറ്റം പറയും. പിന്നെ സൂപ്പറാണ്. നല്ല ചാറൊക്കെ കൂട്ടിട്ടുണ്ടല്ലോ ചോറിന് കഴിക്കാൻ. ഞാൻ കുറച്ച് ചോറ് കഴിക്കോളുന്നു, കാരണം ഇവരെ സ്പെഷ്യൽ കൂടി കഴിക്കണം. എനിക്കാണ് പാത്രം നിറച്ചും ചോറ്. ഫാൻ ഇടാ. അതിന് മുമ്പായിട്ട് ഇതാ ഇപ്പൊ ഓൺലൈനിൽ വന്ന സാധനമാണ്. നിന്റെ അച്ഛന് ഇനി ഒന്നും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് പറയണ്ട, കേട്ടല്ല പൊട്ടിക്ക്. ഇത് ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. സംഭവം പറയാൻ പറ്റില്ല. അച്ഛന്റെ ടോർച്ച് കംപ്ലൈന്റ് ആയി. അപ്പൊ ആ ടോർച്ച്, അതും ദേവാസ്വാമിനെ കൊണ്ടു കൊടുത്ത ടോർച്ചാന്നേ. ആ ടോർച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ കംപ്ലൈന്റ് ആയപ്പോ തൊട്ട് പുള്ളി പാവൻ രാത്രി പുറത്തിറങ്ങില്ല. എപ്പോ ഇവിടെ വന്നാ പറയല്, അച്ഛനൊരു ടോർച്ച് ഇല്ല മോളെ, അച്ഛനൊരു ടോർച്ച് ഇല്ല മോനെ, ഇതിങ്ങനെ പറയും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ രാത്രിയെല്ലാം ടോർച്ച് അടിച്ച് വരുന്നതാണ്. അപ്പൊ ഒരു ടോർച്ച് വാങ്ങിയതാണ് സംഭവം. പക്ഷെ നല്ലതാണോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഇതിന് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ടോർച്ചും പിന്നെ അതിന്റെ ബാക്കിൽ ഒരു എമർജൻസിയും ഉണ്ട്. രണ്ടായിട്ട് ഉപയോഗിക്കാം. എമർജൻസി അതിൽ തന്നെ ചാർജറൊക്കെ അടക്കം ഉണ്ട്, അതിനൊപ്പം എല്ലാം ഉണ്ട്. ഇതാണ് ടോർച്ച് കണ്ടോ. ഇതിന്റെ ഇതാണ് എമർജൻസി. ഇത് രാത്രി കത്തുമ്പോ നല്ല ലൈറ്റ് ഉണ്ടാവും. ചാർജ് നോക്ക് നീ.
കണ്ട ചാർജ് മറ്റേ നമ്മുടെ മൊബൈലിന്റെ ചാർജും ചെയ്യാൻ തോന്നിനകത്ത് ഇല്ല, ഇതാ. മറ്റേതും ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇത് ടോർച്ച് ചേർത്ത് നമുക്ക് അച്ഛനോണ്ട് കൊടുക്കാം സർപ്രൈസ് ആയിട്ട് അല്ലേ? നോക്കാല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നിരുന്ന് ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ പുതിയ ചിക്കൻ റെസിപ്പി മസാല ഒക്കെ പിടിക്കണമല്ലോ. എന്ത് അവിടെ കിടന്ന് അല്ലാണ്ട് എന്ത് ഇപ്പൊ എനിക്ക് പോയല്ലേ. ഇപ്പൊ സമയം 4:10 പിള്ളേരെ കൂട്ടാൻ വേണ്ടി പോണം. ചിക്കൻ റെസ്റ്റ് ഇൻ പീസ് ആയി അതറിയോ? ചെല്ലടി പോയി ചെല്ലി ചെല്ലി അത് അതിൻ്റെതായ സമയത്താവും. പോന്ന് ചെല്ലി കൂട്ടിയിട്ട് വാ. വരുന്നുണ്ട് വരുന്നുണ്ട് എന്തിനു വരുന്നുണ്ട് പേടിപ്പിക്കാൻ. അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ ഇവിടെ എന്ത് വരുന്നുണ്ട് വരുമ്പോ തന്നെ പേടിപ്പിക്കണേ. ഈ കാലൻ അത്ര മേടിച്ചില്ല കണ്ടെന്ന് അല്ലേ? ഞങ്ങൾ സെറ്റാക്കിയതാണ്. ഇപ്പൊ ഇതൊക്കെ നേരത്തെ വന്ന അപ്പൊ ഞങ്ങൾ കണ്ട് കള്ള അതെ കണക്കാ മാക്സി അല്ലേ? എന്തൊരു എന്നാലും പേടിച്ചില്ല കള്ള. സ്പൈഡർമാന്റെ സാധനം വന്നിട്ടുണ്ട്. ഇതാ ഇനി ഇപ്പൊ തന്നെ ഇടല്ല. നിക്ക് ഇപ്പൊ തന്നെ ഇടല്ല. അതായിട്ടില്ല. ഇപ്പൊ നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ആക്കുന്നുണ്ട്. അതറിയോ? ഇഫ ചിക്കൻ മസാല എന്താ കാര്യം പറ. പറഞ്ഞില്ലേ മറ്റേ ടീച്ചർ കാണിച്ചു തന്നെ. ടീച്ചർ പറഞ്ഞ് എല്ലാം ഒരെണ്ണം ശരിയുള്ളൂ പറഞ്ഞു. ടീച്ചർ പക്ഷേങ്കിലും പറഞ്ഞ് ആ കുഴപ്പമില്ല കുഞ്ഞിക്കുഞ്ഞി തെറ്റാന്ന് പറഞ്ഞില്ലേ സ്റ്റാർ ഇട്ടെന്നിട്ട്. അപ്പൊ കൊള്ളാം. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ചിക്കൻ ആക്കിയാലോ? വിശക്കുന്നില്ലേ? എന്നാ ആക്കാൻ തുടങ്ങാം ഗൈസ്. ബാ നമ്മുടെ ചിക്കൻ നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. വളരെ സ്ലോ കുക്ക്. അപ്പോഴേക്ക് ഈ അടുക്കള ഇതെല്ലാം ഒന്ന് കാണിച്ചേ. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എന്ത് ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? അപ്പൊ സ്ലോ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എടുക്കുമോളെ ബട്ടർ. പൊളിക്കണ്ട നമുക്ക്. ഇതാ നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടറും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട കറക്റ്റാണല്ലോ എനിക്ക് രണ്ടിനകത്ത്. ആ മസാല നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഓഹോ ഇതൊക്കെ മസാലേന്റെ സ്മെല്ല് വരുടെ എങ്ങനെയുണ്ട്? സ്മെല്ല് ചോക്ക് നല്ല ഇതില്ലേ? കണ്ട അപ്പൊ ഇതാ നമ്മുടെ ഇഫ ചിക്കൻ അല്ലേ? ഇത് സജി ചിക്കൻ. അത് കൊള്ളാം. ഇത് ദുഗു ചിക്കൻ. ഇതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ഷോർട്സ് എടുക്കാനുണ്ട് പിള്ളേരെ വെച്ചിട്ട്. ആ മുഖം മൂടി വെച്ചിട്ട് അല്ലേ? ആ ഷോർട്സ് ഷൂട്ട് ചെയ്യാം അല്ലേ? ബാ ഇല്ലമ്മേ. ഇവിടെ അങ്ങനെ ഞങ്ങളതാ ഷോർട്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ. നികി ഇവിടെ അങ്ങനെ മാക്സിയൊക്കെ മറിച്ചിട്ട് ഇവിടെ മുഖം മൂടിയൊക്കെ ഇട്ടിപ്പുണ്ട്. ഇനി ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി പിള്ളേര് വരുന്നതാണ് എടുക്കേണ്ടത്. ഓക്കെ പോട്ടെ മക്കളെ. നിങ്ങൾ സ്ക്രിപ്പ് വരുന്ന പോലെ ആക്ക്. റെഡി? ആ ഓക്കെ. ഈ ഷോർട്സ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇതുവരെ എന്തായി നോക്കാം നമുക്ക്. ഇതാ ഓ ഈ ലെവലിലേക്ക് ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചൊക്കെ ഇടാൻ തോന്നുന്നു. എന്തായാലും അവള് വരട്ടെ. നമുക്കപ്പോൾ നമ്മുടെ ഈ ചിക്കൻ
സ്ലോ കുക്കിൽ നല്ല കണ്ട കൊട്ടുമേന്നൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടാം നമുക്ക്. ഇത് നല്ല ഇങ്ങനെ ജ്യൂസി പോലെ വേണ്ട കേട്ടോ, നമുക്ക് വറുത്ത പോലെ ആവാൻ പാടില്ല ശരിക്കും. ഒരു ചിക്കൻ ജ്യൂസി പോലെ കിട്ടണം. നല്ലോണം വിട്ടു വന്നിട്ടുണ്ട്. അത് ഒറ്റ പീസല്ലേ ഇടുന്നെങ്കിൽ 2 പീസാക്കിയാ മതി. പിടിച്ചിട്ട് നീ നടുക്കുന്ന ക്രോസ് ചെയ്ത് നടുക്കുന്ന പൊട്ടിക്കിടന്നെങ്കിൽ അതില്ല. അത് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയാ മതി. ഓ ഗൈസ് കൊതിയാവുന്നു അതാണ് ഇനി നിനക്ക് വികാസമല്ലേ. അതൊന്ന് 2 പീസാക്കിയാൽ അത് 4 പീസാവും മൊത്തം. ഓക്കെ ഇതാ ഇനി മറിച്ചങ്ങിട്ട് കഴിഞ്ഞാൽ മറിക്കാൻ എളുപ്പമായില്ലേ. സംഭവം സെറ്റ്. ഇത് മറിച്ചില്ലേ? അത് മറിച്ചല്ലേ നീ? മറിച്ചതാ. ഇത് മറിച്ചിട്ട് സെറ്റാക്കിയാൽ ഓക്കെ. വേവട്ടെ അങ്ങോട്ട് ശരിക്കും. ഇനിയാണ് നമ്മുടെ മറ്റേ സംഭവം ആക്കേണ്ടത് നമുക്ക് അല്ലേ. ഒന്നൊരു പൊട്ടിച്ചോ. ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറയുന്ന സംഭവം എന്താ, മയന്നസ് ആക്കണം അല്ലേ. കുറച്ച് മയന്നസ് ആക്കാൻ വേണ്ടി മുട്ടട ഉണ്ണി വേണ്ടല്ല, വെള്ളം മാത്രല്ലേ വേണ്ട. ഒരെണ്ണത്തിന്റെ എല്ലാം എടുക്കോട്ടെ നീക്ക്. ഇത്ര ലാഭാക്കുമല്ല, ഇത്രയും കളയണ്ടല്ലെന്ന് വെച്ചിട്ട് ഒരെണ്ണത്തിന്റെ എല്ലാം എടുക്കുന്നുണ്ട് ഗൈസ്. മയനസ് ഒക്കെ പുഴുങ്ങിയ മുട്ട എല്ലാം ആൾക്കാരാക്കുന്നത്. പുഴുങ്ങിയ മുട്ട വെള്ളം മാത്രം എടുത്തിട്ട് പാലെല്ലാം കൂട്ടിയിട്ട് ആക്കുന്നത്. നമ്മളങ്ങനത്തെ അല്ല കേട്ടോ, നമ്മള് പഴയ രീതിയാണ്. പണ്ടത്തെ രീതിയാണ്. അതറിയില്ല ഇപ്പോഴത്തെ രീതിയിലാക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇതൊന്നും ആരും കണ്ടുപഠിക്കണ്ടാന്ന്. പുതിയ രീതിയിലേക്ക് പഠിച്ചോളൂ. സ്നിക്ക് ആദ്യം ഒരു ജാറിലെടുത്തു, ആ ജാറിൽ കൊള്ളാതായി. ഇപ്പൊ വേറെ വലിയ ജാറിലേക്ക് മാറ്റി 2 പാത്രം കഴുകാനായി. കാണിക്കണം. രണ്ട് പാത്രം കഴുകാനായി. അപ്പൊ ഞാനെങ്ങാനാണ് എടുത്ത് ഈ 2 പാത്രം കഴുകാനാക്കണമെങ്കിൽ ഇവിടെ എന്താ പറയാത്തതൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട സാധനമാണ് ചീസ്. ഒരു 2 ചീസ് 2 3 എടുത്തിട്ട് ആ മയോണൈസിലേക്ക് ഇട്ടിട്ട് അടിക്കണം. നല്ല പണിയിട്ട് ചീസ് എടുത്തിട്ട് എവിടെ വെച്ചതെന്നറിയാം എനിക്ക്. ഈ സ്റ്റൗമ്മ ഇതാണ്ട് ഉരുകി അവിടെ പിടിച്ച്. ഇപ്പൊ ചീസൊക്കെ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായ ചീസായിരുന്നു. അതിങ്ങനെയൊക്കെ നല്ല ആള് തന്നെ കൊള്ളാം. ഞാനത് ചീസൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് അടിച്ചെടുക്കട്ടെ. എന്താ എനിക്ക് കാണട്ടെ, ചീസൊക്കെ ഇട്ടപ്പോ സെറ്റായ കുറുകി വന്നിട്ടല്ലേ. ഇനിയാണ് നമ്മളുടെ പരിപാടി. ഇനി നമുക്ക് ആ ചീസൊക്കെ ഇട്ട ആ മയോണൈസ്, പിന്നെ ഇതിനകത്ത് ഫ്രഷ് ക്രീമും കൂടി ഇടുന്നു പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇട്ടിട്ടില്ല അല്ലേ. അതും കൂടെ ഇട്ടിട്ട് അതെ ഇതിപ്പോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു വേവ് റെഡി ആയെങ്കിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അങ്ങോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ നമ്മുടെ ചിക്കനിലോട്ട്. ഇപ്പോഴാണ് ഇഫ ചിക്കൻ ആവണത് ശരിക്കും പറഞ്ഞാല്. ആവശ്യം വെച്ചാൽ മതിയേ. കണ്ടാ ഇതാ നമ്മുടെ മയോണൈസ് എല്ലാം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് സാധനത്തിന്റെ രുചി പറയുന്നത്. നമുക്ക് നോക്കാം, കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ. സംഭവം കാണാനൊക്കെ രസമുണ്ട്. ഇനിയിപ്പോ മസാല ഇതെല്ലാം കൂടി കൂടുമ്പോ ഒരു കളറാവും. അപ്പൊ ഗൈസ് നമ്മുടെ ഇഫ ചിക്കൻ, ഇഫ അല്ലേ എന്നാമോ എന്തായിക്കോട്ടെ, നിഗി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒപ്പം വേണ്ടതേ റുമാലില്ലേ, റുമാൽ റൊട്ടി, അത് വേണം. അത് നമ്മുടെ ഇക്കാന്റെ കടയിൽ പോയാൽ കിട്ടും. അത് പോയി വാങ്ങി വന്നാലാണ് സെറ്റ് ആവുള്ളൂ. അത് നമുക്ക് ഇവിടെ ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പോയി വാങ്ങിട്ട് വരാം. ആക്കോ എന്നാ പിന്നെ എന്തിനാ ഞാൻ വാങ്ങുന്ന മുത്തേ? അല്ല നീ ആ ടോർച്ച് എടുത്തല്ലേ അച്ഛന് പോയി കൊടുക്കുകയും ചെയ്യാം. അച്ഛന്റെ രാജകുമാരിയാണ് അടുക്കളയെ കൊണ്ടുവന്നിട്ട്. നിന്റെ അച്ഛൻ എവിടെയാപ്പോ? ഏത് പെൺമക്കൾ അച്ഛന്റെ രാജകുമാരിയാണ്. രാജകുമാരി രാജാവായിരിക്കണം അച്ഛൻ, എന്നാലാണ് രാജകുമാരിയാണ്. അച്ഛന്മാർക്ക് രാജകുമാരിയാണ്. ഭയങ്കര. ഞാനൊരു പെൺകൊച്ചിന്റെ അച്ഛനാ. എന്തുവിടാനായിട്ട്? നിനക്ക് നിന്നോടൊപ്പം ഞാൻ എല്ലാം ചെയ്തു തരുന്നില്ലേ? ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് നീ. നീ വേണ്ട ചെയ്യണ്ട, ആയിക്കോട്ടെ ചെയ്യണ്ട, പോയിക്കോ. പിന്നെ ചെല്ലി വിട്ടോ. രാജകുമാരി വേഗം രാജകൊട്ടാരത്തിൽ ആയിക്കൊടുക്കാം. ഞാൻ ഇപ്പൊ തന്നെ രാജകൊട്ടാരത്തിൽ ആയിക്കൊടുത്തിട്ട്
ഇതിനെക്കാട്ടി നല്ലൊരു അച്ഛനെ അടിയും കിട്ടില്ല. അമ്മേനെ നോക്ക്, ചേച്ചിനെ അടിച്ച് കൊമ്പറൊക്കെ അല്ല പറയാ. ചേച്ചി നന്നായിട്ട് പഠിക്കും. എന്റെ മോള് പഠിച്ചിട്ടില്ല. അച്ഛനോട് പറയും. അപ്പൊ അച്ഛൻ എടി അവള് പഠിച്ചില്ലേ പറയും. അതാണ് ഞാൻ അടിക്കലുണ്ടാടാ? അടിക്കലുണ്ടാ? കേക്കട്ടെ. അല്ല, ആ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ എന്റെ മക്കളെ തല്ലുന്നുണ്ട്. മോൻ ഇതുവരെ അമ്മ തല്ലീനാ? വെറുതെ പറഞ്ഞ അപ്പ എന്റെ മോൻ പെൻസിലും കൊണ്ട് ഇടക്കിടക്ക് അച്ഛനല്ലീന അത് പറ. അച്ഛനില്ല. കണ്ടാളി ഓപ്പ പഠിപ്പിച്ചാലേ ഞാൻ പെൻസിലിനെ കൊണ്ടേ തല്ലുന്നുള്ളൂ. ഓപ്പ പഠിപ്പിക്കാനൊന്നായില്ലേ, വലിയ മുളവടി എടുത്ത് തല്ലി പൊടി തല്ലില്ലേ? വിളക്കത്തിക്കണ്ട അച്ഛൻ. അച്ഛൻ വിളക്കത്തിക്കാന്നാ? എന്നാ വിളക്കത്തിക്ക്. വിളക്കത്തിച്ചിട്ട് വാ. വിളക്കത്തിക്കാണ് ഗൈസ്. വിളക്കത്തിക്കട്ടെ. ഭയങ്കര ഭക്തനായിട്ടില്ല. അതെ, ഭക്തനായിട്ടുള്ള. വിളക്കത്തിക്കാൻ പോയ ആള് പെട്ടെന്ന് ഇങ്ങ് വന്നേ. വിളക്കത്തില്ലേ? ഒരു സാധനം തരട്ടെ അച്ഛന്. ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, എന്താന്ന് പറയാൻ പറ്റുമോ? എന്ത്? ആര് പറഞ്ഞ്? ടോർച്ചൊന്നല്ല. ടോർച്ച് അന്ന് മോനെ ആരോ പറഞ്ഞു അച്ഛനെ ഒരു ടോർച്ച് ബുക്ക് ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ട്. മോളെന്നല്ല, മോള് ഭയങ്കരായി പോയി. മോള് എല്ലാം മോനാന്ന് ബുക്ക് ചെയ്ത് തന്നത് ടോർച്ച്. ഓ ഭയങ്കര. ഇനി മോള് വന്ന് പറയണ എല്ലാരോടും. ഞാനാന്ന് ബുക്ക് ചെയ്ത് ഇവിടെ വരുത്തിച്ച് കൊണ്ട് തന്നത്. തുറന്നു നോക്കിയേ, ചാർജറെല്ലാം ഉണ്ട്. തുറന്നു നോക്ക്. കൊറേ ആയി പറയുന്നു ടോർച്ച് പോയി. അതിന്റെ കഥയൊന്നും പറയണ്ട. അതിന്റെ കഥ പറയണ്ട. കഥയെല്ലാം പറഞ്ഞതാണ്. ആ കഥ പറയണ്ട. ഇതാ സന്തോഷായി. അതിലെ എമർജൻസി ഉണ്ട്. ഒന്ന് ഓണാക്കിയ ഐശ്വര്യ ടോർച്ച് വിന്റെ മുളക്കത്തിക്കുണ്ട്. എന്താ അത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കറണ്ട് പോയെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ബാക്കിൽ ഇനിയില്ലേ ടോർച്ച് വാങ്ങി തന്നു പറഞ്ഞ് രാത്രി സഞ്ചാരം അധികം വേണ്ട. അതെ, രാത്രി സഞ്ചാരം എല്ലാം കുറക്കണം. ഉണ്ണിക്കുട്ട ഇത് ഇതാക്കിയേക്കരുത്. കൊറേ ആയി എല്ലാരും പറയുന്നു വിന്തമ്മടെ സ്പെഷ്യല് എന്തെങ്കിലും ആക്ക്, ഒന്നും ആക്കുന്നില്ലല്ലാന്നൊക്കെ പറയുന്നുണ്ട്. നാളെ വിന്തമ്മ ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വിന്തമ്മ സ്പെഷ്യൽ എന്തെങ്കിലും ആക്കാം. തീരുമാനിക്കാം നമുക്ക് എന്താണെന്ന് അല്ലേ? അപ്പൊ എന്നാ പിന്നെ നമ്മളിപ്പോ പോട്ടെ. എന്നാല് നമ്മളിന്ന് ചിക്കനെ കൊണ്ടൊരു സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. ആക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആക്കുന്നേ ഉള്ളൂ. ആവുന്നേ ഉള്ളൂ. എന്നാ കിടന്നോ. എന്നാ പോയാലോ നമുക്ക് പോയിട്ട് വരാം. ബാ, സ്പെഷ്യലൊക്കെ ആയിട്ട് ലേശം ടേസ്റ്റ് നോക്കാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം കേട്ടാ. സ്പെഷ്യൽ എല്ലാം ആയിട്ട് കൊണ്ടുതരാം കേട്ടാ. ഓക്കെ ബാ. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ പോയി വന്നപ്പോഴേക്കും സംഭവം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് എന്തായാലും എല്ലാവരോടും പറയാം. ഞങ്ങൾക്ക് സംഭവിച്ച തെറ്റ് എന്താണെന്ന് വെച്ചാൽ അതെ, നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക. വേറെ ഒന്നുമല്ല, എല്ലാം ഓക്കെയായിരുന്നു. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മയനസ് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മയനസ് എത്രയായാലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പുഴുങ്ങിയ മുട്ടയെ തന്നെ മയനസ് ആക്കണം. പച്ച മുട്ടയിലാക്കിയാൽ അത് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഇതുപോലെ മുട്ട ഇങ്ങനെ നമ്മൾ പൊരിക്കൂലേ, മുട്ട ചിക്കി വറക്കുമ്പോൾ സംഭവിക്കൂലേ, അതുപോലെ വരും. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ചൂടാക്കിയ പക്ഷെ എന്തായാലും മറ്റേലും ഒഴിക്കുന്ന നല്ലത്. ചൂടാക്കിയ മുട്ട വറുത്തതിന്റെ പോലെ ഇങ്ങനെ ഒരു സംഭവം വരും. കഴിച്ചു നോക്കിയിട്ട് പറയാം ഇനി എന്തായാലും അല്ലേ. നല്ല അമ്മയെന്നല്ലല്ലോ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങളത് കഴിക്കാൻ വേണ്ടി പോണ്. നമ്മളാക്കിയതല്ലേ, തെറ്റുകുറ്റങ്ങളിലും ഉണ്ടാവും. ആദ്യമായിട്ട് ആക്കിയതല്ലേ, നമുക്ക് കഴിക്കാം. എന്താ തോന്നിയത്? ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഉപ്പ് കൂടിയെന്ന് എനിക്കും തോന്നിയില്ല. കഴിച്ചിലേക്കും കഴിക്കും മുത്തേ, എന്നിട്ട് പറയാട്ടാ. ഞാൻ പറയാം കഴിച്ചു നോക്കട്ടെ. പോരായ്മകൾ ഇപ്പൊ ഞാൻ എല്ലാം കൃത്യമായിട്ട് പറയും. സംഭവം ചിക്കൻ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ സംഭവത്തില് പറ്റിയ ഭാഗത ഞാൻ പറഞ്ഞത്തോളം ഇതാണ് കണ്ടത്. ഓക്കെ,
ഉപ്പ് കൂടിപ്പോയി നല്ല ഉപ്പുണ്ട്, തിന്നാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ മുട്ടേൻ്റെ അത് ടേസ്റ്റ് ആയിട്ട് വരുന്നില്ല. പാളി, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സംഭവം പാളി. രാവിലെ മുതലേ പണിയെടുത്തത് വെറുതെ ആയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, മയോണൈസ് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എങ്ങനെ കഴിക്കാന്നേ ഉള്ളൂ, വലിയ രസമൊന്നുമില്ല. മക്കളെല്ലാരും കഴിക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചിട്ട് പറ എന്താണ് സംഭവം. അച്ഛനെ എത്തിയിട്ടില്ല കേട്ടോ, അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ വന്നിട്ട് അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കണം. നിക്ക് നേരത്തെ ഉപ്പ് കൂടിയിട്ടില്ല. നേരത്തെ മസാല ഒട്ടപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഉപ്പാണ്. പക്ഷെ നിക്ക് മാത്രം ഉപ്പ് മനസ്സിലായിട്ടില്ല. ഇവിടെ പറഞ്ഞ ഉപ്പ് കുഴപ്പമൊന്നുമില്ല. പിള്ളേര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായ സംഭവം. ഇതിന്ന് തന്നെ എടുത്തോമ്മേ, ഇത് മന്ദക്കം ചിക്കൻ ഇരിക്കുന്നു, എടുത്ത് കഴിച്ചോ. കഴിച്ചിട്ട് പറ, ഇത് തന്നെ കഴിച്ചെല്ലാരും തീർന്നാ മതി. ടേസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഉണ്ട്. പിന്നെ ചേരുന്നില്ല മസാലക്കകത്ത്. അതാണ് അതന്നെ കട്ടിയായത്, അങ്ങനെയാണ് വേണ്ടത്. അതൊന്നും അല്ല, അത് മുട്ടേന്റെയാണ്. മുട്ട പറത്തോണ്ടാണ്. കണ്ട മസാലക്കകത്ത് നിക്കണണ്ട, തരിതരിയായിട്ട് നിക്കണണ്ട, അത് മുട്ടയാണ്. മുട്ട അങ്ങനെ ആയിപ്പോയി, അതാണ് പറ്റിയത്. അപ്പൊ എന്തായാലും നമ്മളിത് ഭക്ഷണം വേസ്റ്റ് ആക്കൂല, നമ്മൾ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കും. ഗൈസ്, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ തേഞ്ഞ് പോരാത്തതിന് അച്ഛനും കഴിച്ചു നോക്കണ്ട്. അച്ഛനാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പഴിക്ക് പോയാൽ പറയുന്ന ആളാണ്. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് എന്താണെന്ന് അറിയാൻ കഴിയില്ല. കഴിച്ചു നോക്കട്ടെ. എന്താ തോന്നുന്നേ? ഇഫ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്, വെറൈറ്റി ആക്കി നോക്കിയതാണ്. പക്ഷെ സംഭവം അടിപൊളിയായി. ഉപ്പുള്ളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ, സംഭവം തീർന്ന്. ഇവിടെ ഇപ്പൊ നമ്മളെ കഴിച്ചു കഴിഞ്ഞ് ടേസ്റ്റ് ഉണ്ട് കേട്ടാ. സാധനം രുചി അല്ലെ, മക്കളെല്ലാരും കഴിച്ചില്ലേ? രുചിയുണ്ട്. കണ്ട ലിന്ദുക്കൊക്കെ രണ്ടാമത് കഴിച്ച സാധനവും തീർന്ന്. പക്ഷെങ്കില് കുറച്ച് രുചിയായി പോയി. മുട്ട പുഴുങ്ങിയിട്ടാണ് അടിക്കേണ്ടത്. അതിന്റെ ഒരു പ്രശ്നം അടിക്കോടമാണ്. അപ്പൊ അവരെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അവര് സ്ഥിരം ഇതാണ് സപ്പോർട്ട് നമ്മുടെ ഉണ്ടാവുന്നൊക്കെ. കുറച്ചുള്ളത് എന്തായാലും അപ്പുറത്തോട്ടും കൊടുത്തേക്കാന്ന് വിചാരിച്ച്. ഇനി നമ്മ മാത്രം ഉപ്പ് കഴിച്ചാൽ പോലെ അവരും കഴിക്കട്ടെ. സ്പൈഡർമാൻ 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 സ്പൈഡർമാൻ. വാവ്, എന്താ മോനെ, ഇന്ന് ആരൊക്കെയാണ് ആയത്? കണ്ട ഇത് മോനെ സാധനം കണ്ട. ഓ കാണിച്ചെടുത്ത കണ്ട, നിന്ന് സ്റ്റൈലായിട്ട് നിന്ന് നേരെ. ഓ പൊളി പൊളി. കണ്ട ഗൈസ്, ഇത് സ്പൈഡർമാന്റെ പുതിയ ഒരു ആ ചെല്ലി. സ്പൈഡർമാൻ ആ ഷൂ ഒന്ന് മുകളിൽ വെച്ചിട്ട് ചെല്ലി. സ്പൈഡർമാൻ ചെല്ലി. സ്പൈഡർമാനെ കൊണ്ട് ഞങ്ങൾ അടിമപ്പണി എടുപ്പിക്കണം ഗൈസ്, അടിമപ്പണി. അപ്പൊ ഓക്കെ ഗൈസ്, ടാറ്റ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അടുത്തത് നമുക്ക് പൊളിക്കാം. ഓക്കെ, ബൈ. പിടിക്കാം. ഓക്കെ.